ഹരേ രാമ ഹരേ രാമ. ഇന്ന് കർക്കിടകം 29. 7 ദിവസം നീണ്ടുനിന്ന രാമരാവണ യുദ്ധം. 7-ാം ദിവസമായപ്പോഴേക്കും രാവണന്റെ ബാണങ്ങൾക്ക് ശൗര്യം കുറഞ്ഞതായി ശ്രീരാമദേവന് തോന്നി. ആ സമയത്ത് സാരഥി മാതലി ശ്രീരാമനോട് പറഞ്ഞു, ഒട്ടും വിഷമം വേണ്ട. അഗസ്ത്യ മഹർഷി തന്ന ആ അസ്ത്രം രാവണനുമേൽ പ്രയോഗിക്കൂ. അവനെ നിഗ്രഹിക്കാൻ സാധിക്കും. പൈതമഹാസ്ത്രം. ഇത് കേട്ട് ശ്രീരാമൻ പറഞ്ഞു, ഇപ്പോൾ നീ എന്നോട് പറഞ്ഞത് നന്നായി. ദശകന്ധനെ ആ ബാണം കൊണ്ട് ഞാൻ നിഗ്രഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആ അസ്ത്രം എടുത്ത് തൊടുത്തു. സൂര്യനും അഗ്നിയുമാണ് അതിന്റെ തൂവൽ, വായുവും മന്ദരമേരുക്കളുമാണ് അതിന്റെ മദ്യം. വിഷമെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ആ സായകം ഭക്തിയോടെ ജപിച്ച് രാമൻ രാവണന് നേരെ പ്രയോഗിച്ചു. രാവണന്റെ ഹൃദയം പിളർന്ന് ഭൂമിയും കടന്ന് വാരതിയിൽ ചെന്ന് ആ രക്തം കഴുകി തിരിച്ച് രാമന്റെ തൂണീരത്തിൽ വന്ന് ആ ബാണം നിലകൊണ്ടു. മരം കടപുഴകി വീഴുന്നത് പോലെ രാവണൻ നിലം പതിച്ചു. വാനരവീരന്മാർ വിജയാഘോഷത്തോടു കൂടി ആടിത്തിമർത്തു. ബ്രഹ്മാവും മറ്റു ദേവകളും ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. താപസന്മാർ ജയഘോഷത്തോടെ ശ്രീരാമനെ സ്തുതിച്ചു. ബാക്കിയുണ്ടായിരുന്ന രാക്ഷസന്മാർ പേടിച്ചു വിറച്ച് ലങ്കാപുരിയിൽ ചെന്ന് അവരവരുടെ ഗൃഹങ്ങളിൽ പതുങ്ങി. രാവണൻ വീണു കിടക്കുന്നത് കണ്ട് വിഭീഷണന് വളരെയധികം സങ്കടമായി. സ്വയം വിലപിച്ചുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു, എല്ലാം വിധിയാണ്. നീ ഇങ്ങനെ കിടക്കാൻ കാരണം ദൈവവിധി, അല്ലാതെ എന്തു പറയാനാ? അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, എന്നോട് നേരിട്ട് യുദ്ധം ചെയ്താണ് രാവണൻ വീരമൃത്യു വരിച്ചത്. പോരിൽ മരിക്കുന്നവൻ വീരനാണ്. അവന് വേണ്ട ശേഷക്രിയകൾ എല്ലാം ഉടനെ തന്നെ ചെയ്യണം. അപ്പോഴേക്കും മണ്ഡോദരിയും മറ്റു സ്ത്രീജനങ്ങളും അവിടേക്ക് ഓടിയെത്തി. മണ്ഡോദരി രാവണന്റെ മാറിൽ കിടന്ന് കരയാൻ തുടങ്ങി. രാമന്റെ നിർദ്ദേശപ്രകാരം രാവണന്റെ ശരീരം വിധിപ്രകാരം ദഹിപ്പിച്ചു. തുടർന്ന് എല്ലാവരും അവരവരുടെ മന്ദിരങ്ങളിലേക്ക് പോയി. ഇനി വിഭീഷണനെ രാജാവായി വാഴിക്കുന്നതാണ്. ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ലങ്കേശനായി വിഭീഷണനെ ഇവിടെ തന്നെ വാഴിക്കണം. അതിന് നീ തന്നെ മുന്നിൽ നിൽക്കണം. അങ്ങനെ ലക്ഷ്മണൻ തന്നെ വിഭീഷണനെ ലങ്കേശനായി അവിടെ വാഴിക്കുന്നു. ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ സീതാദേവിയെ കണ്ട് രാവണൻ മരിച്ച വിവരവും വിഭീഷണനെ രാജാവാക്കിയതുമെല്ലാം അറിയിച്ചു. ഇത് കേട്ട് സീതാദേവിക്ക് അത്യന്തം സന്തോഷമായി. എന്നിട്ട് ഹനുമാനോട് ചോദിച്ചു, ഇനിയും എത്ര കാലം ഞാൻ എൻ്റെ ശ്രീരാമദേവനെ കാണാൻ കാത്തിരിക്കണം? ഇത് അതുപോലെ തന്നെ ഹനുമാൻ ശ്രീരാമദേവനോട് ചെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ശ്രീരാമൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സീതാദേവിയെ സ്നാനമെല്ലാം കഴിച്ച് ദിവ്യാഭരണങ്ങളും വസ്ത്രങ്ങളും അണിയിച്ച് അലങ്കാരത്തോടു കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. ഒരുങ്ങിയെത്തിയ സീതാദേവി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭർത്താവിനും ഈ വിശ്വത്തിലുള്ള എല്ലാവർക്കും വിശ്വാസത്തിനായി ഞാൻ അഗ്നിശുദ്ധി വരുത്താൻ പോവുകയാണ്. സൗമിത്രയും മറ്റു വാനരന്മാരും ചേർന്ന് അഗ്നികുണ്ഡം ഒരുക്കി. ദേവി നേരെ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ചെന്ന് ശ്രീരാമദേവനെ വലം വെച്ച് ദേവന്മാരെയും മുനിമാരെയും വന്ദിച്ച് അഗ്നിയെയും വന്നിച്ച് 3 വലം വെച്ച് ആ അഗ്നിയിലേക്ക് ചാടി. എല്ലാവരും വിസ്മയത്തോടു കൂടിയാണ് അത് നോക്കി നിന്നത്. ബ്രഹ്മാവ് അവിടെ എത്തി ശ്രീരാമനെ തൊഴുതുകൊണ്ട് സീതാദേവിയെ അടുത്തു നിർത്തി പറഞ്ഞു, അഗ്നിശുദ്ധി വരുത്തി മുക്തയായ ഈ സീതാദേവിയെ നീ സ്വീകരിക്കുക. എല്ലാ സങ്കടങ്ങളും ഇവിടെ തീർന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രനും ശ്രീരാമദേവനെ സ്തുതിച്ചു. തുടർന്ന് അയോധ്യയിലേക്ക് തിരിക്കാനുള്ള പുറപ്പാടിലായി അവരെല്ലാവരും. അയോധ്യയിലേക്ക് പോകാൻ വേണ്ടി വിഭീഷണൻ പുഷ്പക വിമാനം വരുത്തി. അതിലേക്ക് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കയറി. വിഭീഷണനും സുഗ്രീവനും കവിവരന്മാരും എല്ലാവരും ശ്രീരാമ പട്ടാഭിഷേകം കാണാൻ ശ്രീരാമന്റെ കൂടെ അയോധ്യയിലേക്ക് പോകാൻ പുറപ്പെട്ടു. അങ്ങനെ അവരെല്ലാവരും കൂടി യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ കിഷ്കിന്ധയിൽ ചെന്ന് വാനരവീരന്മാരുടെ ഭാര്യമാരെയും കൂട്ടി അവർ അവിടെ നിന്നും യാത്രയായി. പിന്നീട് അവർ ചെല്ലുന്നത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്കാണ്. അവിടെ എത്തി മഹർഷിയെ വണങ്ങി അയോധ്യയിലെ വിവരങ്ങളെല്ലാം തിരക്കി. അവർ അന്ന് ആ ആശ്രമത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു. ഇന്നത്തെ കഥാസാരം ഇവിടെ നിർത്തുന്നു. ഹരേ രാമ ഹരേ രാമ.